ഹലോ. അങ്ങനെ ഈ റോഡത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കേരള സ്റ്റൈൽ ബിരിയാണി തന്നെയാണ്, തമിഴ്നാട് ബിരിയാണി അല്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനും പെങ്ങളും കൂടെയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ചിക്കനും ഒക്കെ ചേർത്ത് തൈരും പിന്നെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കുഴച്ച് ഒരു അരമണിക്കൂർ മൂടി വെച്ച് അവിടെ നിൽക്കും. എന്നിട്ട് അതിലേക്ക് വാഴേൻ്റെ ഇല വെച്ചിട്ട് ചോറ് വേറെ വേവിക്കുകയാണ് ചെയ്യുക. ചോറ് നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് ഈ വാഴേൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ചോറിട്ട് വെക്കുക. എന്നിട്ട് ദമ്മിട്ടിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വേവിക്കും. അപ്പോൾ ഈ ചിക്കനിലുമുള്ള മണവും സ്മെല്ലും ഒക്കെ ഈ മണവും സ്മെല്ലും ഒന്നും തന്നെയല്ലേ, അതെല്ലാം കൂടെ ഈ ചോറിലേക്ക് അങ്ങോട്ട് വരും. പിന്നെ ഇവിടെ ലഗോൺ ചിക്കൻ കിട്ടൂല, ബ്രോയിലർ ചിക്കനാണ് കിട്ടുക. എനിക്ക് ബിരിയാണി വെച്ചാൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ലഗോൺ ചിക്കൻ വെക്കുമ്പോഴാണ്. പക്ഷേ തമിഴ്നാട്ടിലാണ് നമുക്ക് കേരളത്തിലേക്കൊക്കെ ചിക്കൻ വരുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ ലഗോൺ ചിക്കൻ കിട്ടുന്നില്ല, അവിടെ ഈ ബ്രോയിലർ ചിക്കനാണുള്ളത്. അങ്ങനെ നിനീഷേട്ടനൊക്കെ പുറത്ത് പോയിട്ട് കറങ്ങി വന്നതാണ്. മക്കളാണെങ്കിൽ ടി-വിൻ്റെ മുമ്പിലും ഏതോ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ അച്ഛമ്മയും മക്കളും തല്ലാണ്. അച്ഛമ്മയ്ക്ക് മലയാള സിനിമ കാണണം, മക്കൾക്കാണ് ഇംഗ്ലീഷ് സിനിമ കാണണം. അങ്ങനെ തമ്മിൽ കുറേ വഴക്കൊക്കെ ഉണ്ടായി. മക്കളാണെങ്കിൽ റിമോട്ട് വിട്ട് കൊടുക്കൂല എന്നുള്ള വാശിയിലുമാണ്, കൈ പിടിച്ചിരിക്കുകയാണ്. അച്ഛന് പിന്നെ ഫോണുള്ളതുകൊണ്ട് അച്ഛൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിക്കുന്നു. അപ്പോൾ അതാ മിക്സിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റൈസൊക്കെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതാ ആ വാഴേൻ്റെ ഇല കണ്ടില്ല, അതിൻ്റെ അടിയിലാണ് നമ്മൾ ചിക്കൻ കിടക്കുന്നത്. പിന്നെ പറഞ്ഞാൽ നമ്മളവിടുത്തെ ചിക്കൻ്റെ ടേസ്റ്റ് അല്ല, അവിടെ വേറൊരു ടേസ്റ്റാണ്. നമ്മളവിടുത്തെ ചിക്കനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. എനിക്ക് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല. എനിക്കൊരു വേറെ ടേസ്റ്റ് പോലെ തോന്നലുണ്ട്, ഇവിടുത്തെ ടേസ്റ്റായിട്ട് തോന്നലില്ല. അങ്ങനെ ഞാനും നാത്തൂനും കൂടെ ബിരിയാണീൻ്റെ മേലെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം മക്കളും അച്ഛനും ലിനീഷേട്ടനും പിന്നെ അളിയനും കൂടെ ആദ്യം ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ ബിരിയാണി മാത്രമല്ല കേട്ടോ ഉള്ളത്, ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ പൊരിച്ചതും ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ ബിരിയാണീൻ്റെ കൂടെ പപ്പടമൊക്കെ വിളമ്പുന്നുണ്ട്. പക്ഷേ എനിക്ക് പപ്പടം ബിരിയാണീൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല. ചിലർക്ക് ബിരിയാണീൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും, ഓരോരുത്തരുടെ ഇഷ്ടം അല്ലേ. അങ്ങനെ അച്ഛൻ ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി അച്ഛൻ സ്ലോ ആയതാണോ അല്ലെ കൂടെ ഇരുന്ന ആൾക്കാർ ഫാസ്റ്റായിട്ട് കഴിച്ചു പോയതാണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇപ്പം ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടിലെ കഥകളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഊഞ്ഞാലാടാന്ന് വിചാരിച്ചു. അപ്പോൾ മക്കളിപ്പോഴും സിനിമേൻ്റെ ഉള്ളിൽ തന്നെയാണ്. ലിനീഷേട്ടനും ചെറിയ മോളും നിലത്ത് കിടന്ന് മയങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചെല്ലാവരും സൈഡായി. ഇന്നിനിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഇനിയിപ്പോൾ സമയം പോക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒന്ന് പുറത്ത് പോയിട്ട് നടന്നാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നടക്കാൻ എല്ലാവരും വന്നിട്ടൊന്നുമില്ല. ഞാനും ലിനീഷേട്ടനും മോളും പിന്നെ പെങ്ങളും അമ്മയും മാത്രമാണുള്ളത്. ചെറിയ മോളും അളിയനും അച്ഛനും ഒക്കെ മോനും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ദൂരം ഒന്ന് നടന്ന് വരാം. നല്ല രസമാണ് ഇവിടെ ഈ സമയം വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങാന്നുള്ളത്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോഴേക്കും നായേൻ്റെ കുറച്ചിലും കരച്ചിലും ഒക്കെ കേട്ട്. അപ്പോൾ ഇവിടെ പേടിക്കാനുള്ളത് നായനെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നായ്ക്കളെപ്പോഴും പേടിക്കണം. അപ്പോൾ കുറേ എണ്ണം ഓരോ മൂലയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറയ്ക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ പേടിച്ച് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. അധികം ദൂരമൊന്നും നടന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയത് അച്ഛനും മോളും കൂടെ വികൃതി കളിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ.